മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. അമേരിക്ക ഇറാൻ നിർണായക ചർച്ച നാളെ ഇസ്ലാമാബാദിൽ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക്. ചർച്ചയിൽ പ്രതീക്ഷയെന്നും കബളിപ്പിച്ചാൽ കനത്ത തിരിച്ചടിയെന്നും JD വാൻസ്. ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡിട്ട സ്ത്രീ വോട്ടർമാർ. ഇത്തവണ 81.19% സ്ത്രീ വോട്ട്. സ്ത്രീകൾ വോട്ട് ചെയ്തു. 2021 7.25% വർധനവ്. വോട്ടെടുപ്പിന് ശേഷം കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വിജയമുറപ്പെന്ന നേതാക്കൾ. ബിഷപ്പുമാർക്കും ദീപിക പത്രത്തിനുമെതിരെ വിമർശനവുമായി PC ജോർജും ഷോൺ ജോർജും. UDFന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ആവശ്യപ്പെട്ടുവെന്നും ദീപിക നാണം കെട്ട പത്രമെന്നും PC ജോർജ്. KC വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി ദീപിക വിടുപണി ചെയ്യുന്നുവെന്ന് ഷോൺ ജോർജ്. ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല, സമൂഹത്തിന്റെ ആശങ്കയെന്ന് ജോസ് കെ മാണി. കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക സംഘർഷം. ബംഗാൾ പിടിക്കാൻ സങ്കൽപ് പത്രികയുമായി BJP. അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ നൽകുമെന്നും പ്രകടന പത്രിക. മമതയെ താഴെയിറക്കാൻ BJP ഭരണം പിടിക്കുമെന്നും ബംഗാളിന്റെ സമഗ്ര വികസന രേഖയാണ് സങ്കൽപ് പത്രയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗളൂരിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കിട്ടിയത് 1500 അടി താഴ്ചയിൽ നിന്ന്. മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ. പാലക്കാട് സ്വദേശിയായ ശ്രീനന്ദയെ കാണാതായത് 4 ദിവസം മുൻപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം തേടി ഇറാനുമായി സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക്. ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും ഫലം പോസിറ്റീവായിരിക്കുമെന്ന് കരുതുന്നുവെന്നും വാൻസ് പാക് യാത്രയ്ക്ക് മുൻപേ പറഞ്ഞു. അതേസമയം അമേരിക്കയെ കബളിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് വഴങ്ങില്ലെന്ന് കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാൻ ആത്മാർത്ഥമായ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ സഹകരിക്കാൻ തങ്ങളും തയ്യാറാണെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ചർച്ചയോട് അനുബന്ധിച്ച് ഇസ്ലാമാബാദിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിൽ താവളത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റ് നാഷണൽ ഗാർഡ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ സ്ഥിരീകരിച്ചു. ഇറാഖ് ഇറാൻ അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കുവൈറ്റിന് നേരെ ഇത്തരമൊരാക്രമണമുണ്ടായത്. നിർണായക വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നാണ് ഔദ്യോഗിക മാധ്യമത്തിൽ പ്രസ്താവനയിലൂടെ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അറിയിച്ചത്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ഖമനേയി പ്രഖ്യാപിച്ചു. കുവൈറ്റിലുണ്ടായ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിത താവളങ്ങളിലായതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കുന്ന കാര്യത്തിൽ ഇറാൻ വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ട്രംപ് ആരോപണം ഉന്നയിച്ചു. US-ഉം ഇറാനും തമ്മിലുള്ള കരാർ ഇങ്ങനെയല്ല എന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയ്ക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കും തുടക്കമാവുകയാണ്. ലബനൻ സർക്കാരിന്റെ നിരന്തരമായ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കഴിഞ്ഞ 40 ദിവസത്തിനിടെ കുവൈറ്റിന് നേരെ 34 തവണ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി കുവൈറ്റ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 8 വരെയുള്ള കണക്കുകൾ ഉദ്ധരിച്ചാണ് സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജനവാസ മേഖലകളെയും തന്ത്രപ്രധാന സേവന മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. വൈദ്യുതി ജലവിതരണ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇതിൽ സിവിൽ ഏവിയേഷൻ, താമസ സ്ഥലങ്ങൾ, മന്ത്രാലയ സമുച്ചയങ്ങൾ, ഷുവൈബ് ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങൾ എന്നിവയും ആക്രമണകാരികൾ ലക്ഷ്യം വെച്ചു. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്.
വോട്ടെടുപ്പിന് ശേഷവും നിയമത്തെ ചൊല്ലി പരസ്പരം പോരടിച്ച് സ്ഥാനാർത്ഥികളായ വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും ഒരു വോട്ടിന് 15,000 രൂപ വരെ BJP നൽകിയെന്ന ആരോപണമാണ് വി ശിവൻകുട്ടി ഉയർത്തുന്നത്. എന്നാൽ ശിവൻകുട്ടി വിഡ്ഢിതരം മാത്രമാണ് പറയുന്നതെന്നും തെളിവ് നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. മൂന്ന് മുന്നണികളും അഭിമാന പോരാട്ടം നടത്തുന്ന നിയമമണ്ഡലത്തിൽ ആത്മവിശ്വാസത്തേക്കാൾ ഏറെ ആശങ്കയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിന് ശേഷവും ആരോപണ പ്രത്യാരോപണം അവസാനിക്കുന്നില്ല. BJP നിയമത്ത് പണവും മദ്യവും ഒഴുക്കുന്നുവെന്ന ആരോപണം പോളിംഗ് ദിനത്തിന് ശക്തമായാണ് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ഉന്നയിച്ചത്. പിറ്റേ ദിനത്തിലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വോട്ടിന് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ചില സംഘടനകളെ വിലക്കെടുത്തിട്ട് മൊത്തത്തിൽ ഇത്ര വോട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ലേലം വിളിച്ചു കൊടുക്കുകയാണ്. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി വിഡ്ഢിതമാണ് പറയുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു. പണം നൽകിയെങ്കിൽ തെളിവ് കാണിക്കണമെന്ന് വെല്ലുവിളി. അദ്ദേഹമല്ലേ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവെല്ലാം ഇത് നോക്കൂ. വിഡ്ഢിത്തരല്ലേ, പൊട്ടത്തരല്ലേ? അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസിനോട് പറയാ, ഇലക്ഷൻ കമ്മീഷനോട് പറയാ. അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് ഓരോ മുന്നണികളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ കനത്ത പോളിംഗ് ആരെ തുണയ്ക്കും? കണക്കുകൂട്ടി മുന്നണികൾ. തുടർഭരണമുണ്ടാകുമെന്ന് LDF. ഗൾഫ് വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ആർക്ക് ഗുണമാകും എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. 100 സീറ്റ് ലക്ഷ്യമിട്ട UDF കഴിഞ്ഞ 30 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണ UDF നടത്തിയതെന്നും മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ദളിത് സംഘടനകൾ, പിന്നോക്ക വിഭാഗം തുടങ്ങിയവർ UDFനെ പിന്തുണച്ചിട്ടുണ്ട്. 5 മണ്ഡലങ്ങൾ തൂത്തുവാരുമെന്നും സതീശൻ പറഞ്ഞു. താമര വിരിയുമെന്ന് BJP. കേരള ചരിത്രത്തിലെ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു, ആരൊക്കെ UDFന് വോട്ട് ചെയ്തു എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അത് വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ ആ ഫലം വെച്ച് വിശകലനം ചെയ്യാമല്ലോ. ആ ഫലം വെച്ച് വിശകലനം ചെയ്യുന്ന സമയത്താണ് എവിടെ എങ്ങനെയൊക്കെ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ സാധിക്കും. അല്ല, എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട, ഈ 4 ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് UDFന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ല എന്ന് വെച്ചാൽ 40 സീറ്റാണ്. ഇത് നോക്കൂ. വിഡ്ഢിത്തരല്ലേ, പൊട്ടത്തരല്ലേ? വേണ്ടാത്ത കാര്യം. 10 കൊല്ലം ഇവിടെ MLA ആയിരുന്നു, മേയറായിരുന്നു. ഇനി പറയുന്ന ആൾക്കാർ പറയട്ടെ. അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസിനോട് പറയാ, ഇലക്ഷൻ കമ്മീഷനോട് പറയാ. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികൾ. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല, ഈ ഇലക്ഷൻ ഞങ്ങൾ വളരെ കരുതലോടിട്ട് തന്നെയാണ്. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല കേരളത്തിന് മുമ്പിൽ വെച്ചത്. പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ജനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന് മുനവർ അലി തങ്ങൾ. ലീഗിൽ നിന്ന് CH മുഹമ്മദ് കോയയും അവുക്കാദർ കുട്ടി നാഹയും ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നും, എന്നാൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ ഇക്കാര്യം ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ല എന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന ആരോപണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുണ്ടായ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും UDF വിജയ പ്രതീക്ഷയിലാണ്. ഇടതുമുന്നണിയാകട്ടെ 3 സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് വിഹിതത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷ NDAയും പുലർത്തുന്നു. ഉയർന്ന പോളിംഗ് ശതമാനത്തിലൂടെ മലപ്പുറം ജില്ല തൂത്തുവാരാനാവുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജില്ലയിൽ ആകെയുള്ള 16 സീറ്റും ഇത്തവണ UDFനൊപ്പമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം. മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറിയതോടെ താനൂരിലെ വിജയം അനായാസമായെന്ന് ലീഗ് കരുതുന്നു.
തവനൂർ പൊന്നാനി മണ്ഡലങ്ങളും ഇത്തവണ ഇടതുമുന്നണിയെ കൈവിടുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വം. ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളൊക്കെ നല്ലൊരു കൂടുതൽ സീറ്റ് നമുക്ക് കിട്ടും. UDF മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് 16 മണ്ഡലങ്ങളിലും UDF തന്നെ വിജയിക്കും എന്നുള്ളതാണ്. അതേസമയം മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ലയിൽ LDF വലിയ പ്രതീക്ഷ പുലർത്തുന്നില്ല. തവനൂർ പൊന്നാനി മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം V അബ്ദുറഹ്മാൻ എത്തിയതോടെ പോരാട്ടം കടുത്ത തിരൂരിലും ഇടതുപക്ഷം അത്ഭുതം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 3-ലധികം വരുന്ന സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ. അതെ, ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ വലതുപക്ഷത്തിന് രാഷ്ട്രീയമായി നല്ല സ്വാധീനമുള്ളതാണ്. BJPക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള വള്ളിക്കുന്ന്, തവനൂർ മണ്ഡലങ്ങൾക്ക് പുറമെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ കാര്യമായി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് NDA. അമൃത ന്യൂസ്, മലപ്പുറം. ദീപിക ദിനപത്രത്തിലെ BJP വിരുദ്ധ ലേഖനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജ്. KC വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി ദീപിക വിടുപണി ചെയ്യുന്നുവെന്ന് ഷോൺ. ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടെന്നും FCRA നിയമം കൊണ്ടുവരുന്നതിന് മെത്രാൻമാർക്ക് എന്താണ് പ്രശ്നമെന്നും PC ജോർജ് ചോദിച്ചു. ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല, സമൂഹത്തിന്റെ ആകെ ആശങ്കയാണെന്ന് ജോസ് കെ മാണിയും പാലം കടന്നാൽ കൂരായണ എന്നതാണ് BJP നയമെന്ന് VN വാസവനും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സീറോ മലബാർ സഭയുടെ മുഖപത്രമായ ദീപികയിൽ കഴിഞ്ഞ നാളുകളിൽ BJPക്കെതിരായി വന്ന ലേഖനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷനും പാലായിലെ NDA സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജ് രംഗത്തെത്തിയത്. KC വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി ദീപിക പത്രം വിടുപണി ചെയ്യുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ദീപിക രാഷ്ട്രീയം കളിക്കുകയായിരുന്നുവെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. FCRA ബില്ലിന്മേലുള്ള ചർച്ചകൾ പോലും നീട്ടിവെച്ചത് താൻ ആവശ്യപ്പെട്ടിട്ടാണെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. ഇപ്പോഴും പിതാക്കന്മാരുടെ ലേബലിൽ ചില ആളുകൾ ഇവിടെ UDFന് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും വിടുപണി ചെയ്യുകയാണ്. ഇന്നലെ തന്നെ എന്നോട് ചോദ്യം, ഇന്നലെ രാവിലെ പത്രം വന്നു, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCRA മാറ്റിവെച്ചത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതിനകത്ത് അതും രാജ്യസുരക്ഷയ്ക്ക് ബാധകമായ ഒരു വിഷയത്തെ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. PC ജോർജിന്റെ വിമർശനം ദീപികയ്ക്ക് എതിരെ മാത്രമായിരുന്നില്ല. ബിഷപ്പുമാർക്കെതിരെയും ജോർജ് കടുത്ത വിമർശനം ഉന്നയിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. FCRA നിയമം കൊണ്ടുവരുന്നതിന് മെത്രാൻമാർക്ക് എന്താണ് പ്രശ്നം? ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണ്. രാഷ്ട്രീയം പറയുന്ന മെത്രാൻമാരോട് അങ്ങനെ തന്നെ മറുപടി പറയുമെന്നും ജോർജ് പറഞ്ഞു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഉള്ളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷേ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണ് കാണിച്ചത്. നിയമം കൊണ്ടുവരുന്നു, ആ നിയമം കൊണ്ടുവരുന്ന ഇവർക്ക് ഇത്ര വിഷമം, എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDFന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. ദീപി ഒരു പത്രമാണ്, ആ പത്രം വായിക്കുന്നു വട്ട്. FCRA ബില്ല് വരിക തന്നെ ചെയ്യുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അതേസമയം ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല, സമൂഹത്തിന്റെ ആകെ ആശങ്കയാണെന്ന് പറഞ്ഞ ജോസ് കെ മാണി FCRA ബില്ലിന്മേലുള്ള ചർച്ചകൾ നീട്ടിവെച്ചത് ഷോൺ ജോർജ് പറഞ്ഞിട്ടാണെങ്കിൽ ആ ബില്ല് തന്നെ വേണ്ട എന്ന് വൈപ്പിച്ചുകൂടെ എന്നും ചോദിച്ചു. എത്ര സ്നേഹം ഉണ്ടായിരുന്നു, എന്തിനാ ഇത് കൊണ്ടുവന്നേ? ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് എന്താ? എന്തിനാ അങ്ങനെ ഒരു കൺസിഡറേഷനിലേക്ക് ആ ബില്ലിലേക്ക് വന്നത്? എന്തിനാ അത് പാർലമെന്റ് പ്രസന്റ് ചെയ്യുന്ന എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഭാകവാടങ്ങളിലും മതമേലധ്യക്ഷന്മാരുടെ മുന്നിലും സന്ദർശനം നടത്താൻ ഗവർണർമാരെയും കേന്ദ്രമന്ത്രിമാരെയും അയക്കുന്ന BJPക്ക് പാലം കടന്നാൽ കൂരായണ എന്ന നിലപാടാണെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. അവർ വോട്ട് വരുമ്പോൾ സഭാകവാടങ്ങളിലും മതമേലധ്യക്ഷന്മാരെയും എല്ലാം കാണാൻ വേണ്ടി അവരുടെ ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ അവർ പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന പോലെയാണ് ഈ മതന്യൂനപക്ഷങ്ങളോട് അവർ സ്വീകരിക്കുന്ന സമീപനം. സഭകളെയും ക്രൈസ്തവരെയും ഒപ്പം നിർത്താൻ ശ്രമം നടത്തി വരുന്ന BJP നേതൃത്വം PC ജോർജിന്റെയും ഷോണിന്റെയും വാക്കുകളെ തള്ളിപ്പറയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. അമൃത ന്യൂസ്, കോട്ടയം. കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക സംഘർഷം. വിവിധയിടങ്ങളിൽ UDF, CPM, BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലികളുടെ കാർ കത്തിച്ച് വീടിന് നേരെ കല്ലെറിഞ്ഞു. മൈലിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. കോൺഗ്രസ് പ്രവർത്തകന്റെ അക്രമത്തിൽ വയറിന് കുത്തേറ്റ CPM പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും ബൂത്ത് ഏജന്റുമാർക്കെതിരെയും അക്രമമുണ്ടായി. പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആരോപണം. പരാജയഭീതി മുന്നിൽ കണ്ടാണ് CPM അക്രമം അഴിച്ചുവിടുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. UDF പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ സംസ്ഥാന വ്യാപകമായി നടന്ന അക്രമ പരമ്പരകളുണ്ട്.
കോൺഗ്രസ് ഓഫീസ് ഗാന്ധി ഭവൻ പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. അവിടുത്തെ UDFന്റെ ബൂത്ത് ഏജന്റ് ഭാസ്കരന്റെ വീട് പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. പക്ഷെ പോലീസ് ഒരു ഭവനം ആക്രമിച്ച ഭവനവേതനത്തിന് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുന്നതിന് പകരം ആ പ്രതിയെ ജാമ്യം കൊടുക്കാത്ത രൂപത്തിൽ നിസ്സാരമായ കേസെടുത്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച CPM പാർട്ടി അംഗത്തിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. പുരുഷോത്തമന്റെ കാർ കത്തിക്കുകയും ചെയ്തു. കാറമേലിൽ കുഞ്ഞികൃഷ്ണന് വേണ്ടി എഴുതിയ ചുമര് തകർത്തു. സ്ഥലമുടമ KP രേഖ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മയ്യിലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. മട്ടന്നൂരും തളിപ്പറമ്പിലും NDA ബൂത്ത് ഏജന്റുമാരെ CPM ആക്രമിച്ചതായും പരാതിയുണ്ട്. മുല്ലക്കൊടിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ അക്രമത്തിൽ വയറിന് കുത്തേറ്റ CPM പ്രവർത്തകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ഗൾഫിലെ SSLC+2 പരീക്ഷകൾ റദ്ദാക്കും. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പരീക്ഷകൾക്ക് പകരം സംവിധാനം കൊണ്ടുവരും. SSLC വിദ്യാർത്ഥികളുടെ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ശരാശരി മാർക്ക് പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. +2 വിദ്യാർത്ഥികളുടെ +1 പരീക്ഷാ മാർക്കാകും പരിഗണിക്കുക. +2കാർക്ക് ബോണസ് മാർക്കും നൽകും. ഇനി കൃത്യസമയത്ത് പരീക്ഷ നടത്താൻ കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്തിമ തീരുമാനം. പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി റിയാദിലെ ഇന്ത്യൻ എംബസി പ്രത്യേക സ്വീകരണം സംഘടിപ്പിച്ചു. റിയാദിലെ ഇന്ത്യ ഹൌസിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേര അജാസ് ഖാൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ഇന്ത്യൻ സമൂഹം പുലർത്തുന്ന സംയമനത്തെയും മനക്കരുത്തിനെയും അംബാസിഡർ പ്രശംസിച്ചു. പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി എംബസി സ്വീകരിച്ചിട്ടുള്ള പ്രധാന നടപടികൾ അദ്ദേഹം വിശദീകരിച്ചു. 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് ഏതു സമയത്തും എംബസിയെ ബന്ധപ്പെടാൻ സാധിക്കുന്ന രീതി ഈ ഹെൽപ്പ് ലൈൻ സംവിധാനം സജ്ജമാണ്. സൗദി അറേബ്യയിലെ ഇൻഷുറൻസ് വിപണിയിൽ സുതാര്യത വരുത്തുന്നതിനും ഇൻഷുറൻസ് തർക്കങ്ങളും നിയമലംഘനങ്ങളും പരിഹരിക്കുന്നതിനുള്ള കമ്മിറ്റികളുടെ ജനറൽ സെക്രട്ടറി രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രസിഡന്റ്സ് കോഡ്സ് പ്രസിദ്ധീകരിച്ചു. ഇൻഷുറൻസ് കേസുകളിലെ വിധി പ്രസ്താവനകളിൽ കൃത്യതയും ഏകരൂപവും കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ കോഡ് നിലവിൽ വരുന്നതോടെ ഇൻഷുറൻസ് സംബന്ധമായ കേസുകൾ കോടതികളിൽ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ ഐക്യ സന്ദേശം വിളിച്ചോതി ദേശീയ പതാക ഉയർത്തി UAEയിലെ പൗരന്മാരും താമസക്കാരും. സംഘർഷ സാഹചര്യത്തിൽ രാജ്യം ഒരുമിച്ചു നിന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയ പതാക ഉയർത്തി ആദരമർപ്പിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആഹ്വാനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുന്നിൽ കൂറ്റൻ ദേശീയ പതാക പാറുന്നതിന്റെ ദൃശ്യങ്ങൾ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ മക്തൂം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. പൗരന്മാരും പ്രവാസികളും UAE ദേശീയ പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ദുബായിലെ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളുമായി പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനി. സ്പോട്ട് ഫോർ ഷോപ്സ് എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം നഗരത്തിലെ തിരഞ്ഞെടുത്തിട്ടുള്ള ചെറിയ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അവരുടെ പാർക്കിംഗ് ഫീസ് തിരികെ ലഭിക്കും. ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയിൽ പങ്കാളികളായ കടകൾക്ക് സമീപം കാർ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസ് അടച്ചതിനു ശേഷം സാധനങ്ങൾ വാങ്ങാം. തുടർന്ന് വ്യാപാരി ഉപഭോക്താവിന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പാർക്കിംഗ് ആപ്പ് വഴി ഇത് സ്ഥിരീകരിച്ചാൽ പാർക്കിംഗ് ഫീസ് വാലറ്റിലേക്ക് തിരികെ ലഭിക്കും. ആദ്യഘട്ടത്തിൽ 15 സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി മെയ് ആദ്യവാരം പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. വിമാനത്താവളം വഴി മരുന്നുകൾ കടത്തുന്നുവെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നും നിലവിലെ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളുമായോ മേൽനോട്ട സംവിധാനങ്ങളുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ കർശനമായ നിയന്ത്രണങ്ങളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആരോഗ്യരംഗത്തെ വിശ്വാസ്യതയെ തകർക്കാൻ കാരണമാകുമെന്നും ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. ബംഗാളിൽ മമതാ ബാനർജിയെ താഴെയിറക്കി BJP ഭരണം പിടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബംഗാളിന്റെ സമഗ്ര വികസന രേഖയാണ് BJPയുടെ പ്രകടന പത്രികയെന്നും സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 7ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കും. അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് മാസം 3000 രൂപ നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്നും BJP പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നു.
തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ബംഗാളിൽ ജനങ്ങളെ നിരാശയിൽ നിന്ന് കരകയറ്റാനുള്ള രൂപരേഖ എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതുവരെ നടന്ന രാഷ്ട്രീയ അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും. ബംഗാളിൽ നിന്ന് അഴിമതിയും അക്രമ രാഷ്ട്രീയവും പുറത്താക്കി ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ BJP വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് BJPയുടെ മറ്റൊരു പ്രഖ്യാപനം. 6 മാസത്തിനുള്ളിൽ ബംഗാളിൽ UCC നടപ്പാക്കി എല്ലാ പൗരന്മാർക്കും ബാധകമായ ഏകീകൃത നിയമങ്ങൾ ഉറപ്പാക്കുമെന്ന് കൊൽക്കത്തയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി ബംഗാളിന്റെ അതിർത്തികൾ അടയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. बंगाल को फिर से सांस्कृतिक पुनर्जागरण के साथ साथ आधुनिक इंडस्ट्री को लाएंगे, यहाँ की शिक्षा व्यवस्था को मजबूत करेंगे, रोजगार को सुनिश्चित करेंगे, घुसपैठिया मुक्त बंगाल बनाएंगे. ഭരണം ലഭിച്ചാൽ 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 45 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കും. അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം 3000 രൂപ നൽകും. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ക്ഷേമ പദ്ധതികളും ബംഗാളിൽ നടപ്പിലാക്കുമെന്നും BJP ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. അതേസമയം ബംഗാളിൽ അധികാരം പിടിക്കാൻ BJP 90 ലക്ഷത്തിലധികം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ആരോപണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 4 ദിവസമായി തുടരുന്ന തിരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള ചെങ്കുത്തായ മേഖലകളിൽ നടത്തിയ തിരച്ചിലിലാണ് 1500 അടി താഴ്ചയിൽ മൃതദേഹം കണ്ടെത്താനായത്. ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ മറുവശത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. വെള്ളച്ചാട്ടം കണ്ട ശേഷം ശ്രീനന്ദ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ ശ്രീനന്ദ മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. 4 മിനിറ്റിനുള്ളിലാണ് യാത്രാസംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതാകുന്നത്. കുട്ടിയെ അവസാനമായി കണ്ട സ്ഥലത്തിന് എതിർവശത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ശ്രീനന്ദ വീഴാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഞങ്ങൾ ഈ കുട്ടിയെ കാണാതായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ തെരഞ്ഞതാണ് അവിടെ. ഇപ്പോൾ ഈ പറയുന്ന ലൊക്കേഷനിലും ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം കുട്ടിയെ കാണാതെ നമ്മൾ ലാസ്റ്റ് കാണുന്നത് വേറെ ലൊക്കേഷനിലായിരുന്നു. പിഴവ് ഇത് തന്നെ, അവിടെ ഉള്ളവർ ചോദ്യം ചെയ്തില്ല. ഏറ്റവും വലിയ പിഴവ് അത് തന്നെ. അവിടെ വിശദമായി ചോദിച്ചാൽ അവിടെ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായതിനു ശേഷമേ സംഭവത്തിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശിന്റെ മകൾ 15 വയസ്സുകാരിയായ ശ്രീനന്ദയെ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കാണാതായത്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 40 പേരായിരുന്നു ശ്രീനന്ദയോടൊപ്പം ചിക്കമംഗളൂരുവിലെ ബാബ ബുഡാൻ ഗിരിക്കുന്നിലെ മാണിക്യധാര വെള്ളച്ചാട്ടം കാണാനെത്തിയത്. അമൃത ന്യൂസ്, പാലക്കാട്. മഹാകുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹം നിയമക്കുരുക്കിലേക്ക്. വിവാഹം നടന്ന ദിവസം താരത്തിന് 16 വയസ്സേ ആയിരുന്നുള്ളൂ എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിൽ കേസെടുത്തിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ്. താരത്തെ വിവാഹം ചെയ്ത ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 11-നാണ് തിരുവനന്തപുരത്തെ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വച്ച് കുംഭമേളയിലെ വൈറൽ താരത്തിന്റെയും ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാന്റെയും വിവാഹം നടന്നത്. ആധാർ കാർഡിലെ പ്രായം അടിസ്ഥാനമാക്കിയാണ് വിവാഹം നടത്തിയതെന്ന് ക്ഷേത്രയോഗം സെക്രട്ടറി അജിത് അമൃത വാർത്തകളോട് വ്യക്തമാക്കി. നമുക്ക് അവരുടെ ആധാർ കാർഡ് തന്നു, എല്ലാം വെരിഫൈ ചെയ്തു. നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യമായി ഇങ്ങനെ 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കല്യാണം നടത്തി. 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിലുള്ളത്. ഇതനുസരിച്ച് വിവാഹം നടക്കുമ്പോൾ താരത്തിന് 16 വയസ്സും 2 മാസവും 12 ദിവസവും മാത്രമായിരുന്നു പ്രായം. കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിലുള്ള മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ BNS പട്ടികവർഗ അട്രോസിറ്റി ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന, നിയമവിരുദ്ധ വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിവാഹത്തിൽ കേരളത്തിലെ CPM നേതാക്കളുടെ സജീവമായ പങ്കാളിത്തവും അന്വേഷിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
IPL ആവേശം രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്ന ഫാൻ പാർക്കുകളുടെ രണ്ടാം ഘട്ട പട്ടിക BCCI പുറത്തിറക്കി. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 18 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 30 നഗരങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ഫാൻ പാർക്കുകൾ ഒരുങ്ങുന്നത്. ഈ മാസം 18, 19 തീയതികളിൽ പുതുപ്പള്ളിയിലെ ആരാധകർക്ക് സ്റ്റേഡിയത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കുവാൻ അവസരം ലഭിക്കും. കൂറ്റൻ സ്ക്രീനുകളിലെ തത്സമയ സംപ്രേഷണത്തിന് പുറമെ സംഗീതം, വിനോദ പരിപാടികൾ, വൈവിധ്യമാർന്ന ഭക്ഷണശാലകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പ്ലേ സോണുകൾ എന്നിവയും സജ്ജീകരിക്കും. വെർച്വൽ ബാറ്റിംഗ് സോണുകൾ, ബൌളിംഗ് നെറ്റുകൾ, ഗെയിം ഷോകൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളും ഓരോ വേദികളിലും ആരാധകർക്കായി ഒരുക്കും. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.